മുംബൈയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളോട് ചേർന്ന കടലിലൂടെയാണ് ഇതിൻ്റെ യാത്ര. കൊളംബോയും ഇന്ത്യയുടെ ഭൂപടം നമ്മൾ മനസ്സിൽ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. അതിൽ കേരളം എന്ന് പറയുന്നത് ശ്രീലങ്കയോട് എത്രമാത്രം അടുത്ത് കിടക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെയും ശ്രീലങ്കയുടെയും കടൽ മാർഗത്തിലൂടെ പുറപ്പെട്ട് കേരളത്തിൻ്റെ തീരങ്ങളിലൂടെ അത് പുറപ്പെട്ട് കണ്ണൂർ, അഴീക്കൽ ആ ഭാഗങ്ങളിലൂടെ പുറപ്പെട്ട് പിന്നീടാണ് അത് മുംബൈയിൽ നാളെ എത്തുന്ന അവസ്ഥ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് തീ പിടിച്ചിരിക്കുന്നു. അതിവേഗം തീപിടിക്കുന്ന ദ്രവപദാർത്ഥങ്ങൾ ക്ലാസ് 3 എന്നുള്ള വകഭേദത്തിലാണ് അവയെ രാസ മേഖലയിൽ അറിയപ്പെടുന്നത്. അവ അതിൽ ഉൾപ്പെട്ടിരുന്നു. വിഷാംശമുള്ള പദാർത്ഥങ്ങൾ ക്ലാസ് R1 അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വെല്ലുവിളി ഉയർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട തീപിടിക്കുന്ന രാസവസ്തുക്കളുണ്ട്. മറ്റുള്ള വസ്തുക്കൾക്ക് നാശമുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഇവയിലുണ്ട്. അവയെ ക്ലാസ് 8 വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നവയാണ്. ഇവയെല്ലാം ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കപ്പലിൽ ഉള്ളത് ഏതൊക്കെയോ എന്നുള്ള ചോദ്യത്തിന് അതിവേഗം തീപിടിക്കുന്ന ദ്രവപദാർത്ഥങ്ങളുണ്ട്. ഈ അതിവേഗം തീപിടിക്കുന്ന ദ്രവപദാർത്ഥങ്ങൾക്കൊപ്പം തന്നെ വിഷാംശമുള്ള പദാർത്ഥങ്ങളുണ്ട്. അതിനെ ക്ലാസ് 1 വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പരിസ്ഥിതിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ക്ലാസ് 9 വിഭാഗത്തിൽപ്പെടുന്ന രാസവസ്തുക്കളുണ്ട്. മറ്റുള്ള വസ്തുക്കൾക്ക് നാശമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളായിട്ടുള്ള ക്ലാസ് 8 എന്നുള്ള നിലയ്ക്ക് വ്യവച്ഛേദിക്കുന്ന രാസവസ്തുക്കളുണ്ട്. ഇവയെല്ലാം ഈ കപ്പലിൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം കരുതലോടുകൂടിയും ജാഗ്രതയോടും കൂടി വേണം ഈ കപ്പലിൽ സുരക്ഷാ പ്രവർത്തനം നടത്താൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപകടകരമായ ഈ വസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ. ബിനോയ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ബിനോയ്, കേരള തീരത്തിലൂടെ കൊളംബോയിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് യാത്ര കപ്പൽ മാർഗം പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ ചിത്രം മനസ്സിൽ കാണാൻ കഴിയും. ഇന്ത്യയുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ കേരളം ഏത് രീതിയിലേക്കാണ് ഒരു ശൂലമുന പോലെ അങ്ങനെ ഊർന്ന് കിടക്കുന്നത്. തൊട്ട് അപ്പുറത്ത് ശ്രീലങ്കയുടെ ഭൂപടം. അപ്പോൾ ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് ഈ കപ്പൽ പുറപ്പെടുന്നത് ഉടനീളം കേരള തീരത്തിലൂടെയാണ്. അവിടെയാണ് ഈ പറയുന്ന അഴീക്കൽ ഭാഗത്തെത്തിയിട്ട് അവിടെ അഗ്നിബാധ ഉണ്ടാവുകയും ഇന്ന് ഈ വലിയ ദുരന്ത വാർത്തയായിട്ട് അത് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു? രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കൽ തീർച്ചയായിട്ടും പരമപ്രധാനമാണ്. പക്ഷേ വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും കടൽ സമ്പത്തിനും മനുഷ്യ സമ്പത്തിനും പിൽക്കാലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിഷവ്യാപനത്തിലേക്കും ഒക്കെ പോവാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ബിനോയ്? MS, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകി നടക്കുന്നു എന്നാണ് നേവിയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അവസാനമായി കിട്ടുന്ന വിവരങ്ങൾ. കപ്പലിൽ 5 പേരുണ്ട് എന്നൊരു സംശയം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി ലഭ്യമാകുന്നില്ല. ക്യാപ്റ്റൻ എന്തായാലും കപ്പലിലുണ്ട് എന്നൊരു വിവരം വ്യക്തമാകുന്നുണ്ട്. അതേസമയം ഒരു കാര്യം കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത് ഈ കപ്പലിന് സമീപത്തേക്ക് എത്തുന്നതിനും ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതിനുള്ളിലുള്ള ഈ കണ്ടെയ്നറിനുള്ളിലുള്ള രാസവസ്തുക്കളിൽ ഏതെങ്കിലും തരത്തിലെ പൊട്ടിത്തെറി നടക്കുമോ, അത് എങ്ങനെയായിരിക്കും അതിന്റെ സാധ്യതകൾ എന്ന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ തീയണയ്ക്കൽ പ്രക്രിയയിലേക്ക് കടക്കേണ്ടത്. നിലവിൽ 5 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ്, 5 എണ്ണമാണ് തീയണയ്ക്കൽ ദൗത്യത്തിനായി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അത് കപ്പലിന്റെ സമീപത്തായി അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ വെള്ളവുമായി ഇതിനകത്തുള്ള കണ്ടെയ്നറിലുള്ള രാസവസ്തുക്കൾ ചേർന്ന് കഴിഞ്ഞാൽ തീ പിടിക്കാൻ സാധ്യത ഉണ്ട്. അത്തരത്തിൽ അതൊരു വലിയ സ്ഫോടനമായി മാറുമോ, ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ആണ് അവർ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ 2 ഡോണിയർ വിമാനങ്ങൾ ഈ മുകളിലൂടെ ഇപ്പോഴുള്ള ഒരു പരിസ്ഥിതി വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള വിവരവുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ പരിക്കേറ്റവരെ മംഗലപുരം ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. മംഗലപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കാരണം ഈ വലിയ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വലിയ കപ്പലിലാണ് ഈ പരിക്ക് പറ്റിയവരുള്ളത്. അവരെ പുറം കടലിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് ട്രക്കുകളിലൂടെ ക്രമീകരിച്ച് ബേപ്പൂരിലേക്കോ കോഴിക്കോട്ടേക്കോ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ആ രക്ഷാദൗത്യം എത്ര ശ്രമകരമാകും എന്നുള്ള കാര്യം വീണ്ടും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മംഗലാപുരം ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 18 പേരിൽ
പേരെയും മംഗലാപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഇതിൽ 5 പേർക്കാണ് പരിക്കുള്ളത്. അതിൽ 2 പേരുടെ പരിക്കാണ് ഗുരുതരം എന്നും അറിയുന്നുണ്ട്. ചൈന, മ്യാൻമാർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് ഈ കപ്പലിലെ ജോലിക്കാരായിട്ടുള്ളത്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് കൊളംബോയിൽ നിന്നും നവി മുംബൈയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീപിടുത്തം അറിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീരരക്ഷാസേനയുടെ ദൗത്യങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നു. നിലവിൽ ഇപ്പോഴുള്ള സാഹചര്യം ഞാൻ പറഞ്ഞത്, കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഇതിന്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഇതിനകത്ത് 7 തരത്തിലുള്ള അഗ്നി അല്ലെങ്കിൽ 7 തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്നൊരു വിവരമാണ് പറയുന്നത്. അതിൽ വെള്ളവുമായി തൊട്ട് കഴിഞ്ഞാൽ തീപിടിക്കുന്നത്, പരസ്പരം ഉരസിയാൽ തീപിടിക്കുന്നത്, അതുപോലെ തന്നെ കുലുങ്ങിയാൽ അഗ്നിബാധ ഉണ്ടാകുന്നത്, അങ്ങനെ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു അഗ്നി നിയന്ത്രണ സംവിധാനം പുറത്തെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയയിലേക്ക് കടക്കും എന്നുള്ള വിവരം നമുക്ക് പുറത്തു വരുന്നുണ്ട്. കാരണം ഇത് കപ്പലിന്റെ ഗതി ഇല്ലാതെ